ഇന്ന് നമുക്ക് പെട്ടെന്നൊരു അവൽ വിളയിച്ചത് ഉണ്ടാക്കാം. ഗ്രീൻ പ്ലേറ്റ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അവൽ വിളയിക്കാനായി 750 ഗ്രാം ഉണ്ട ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഒരുപാട് പാവാക്കി കയ്യിലൊട്ടുന്ന പരുവമൊന്നും ആക്കണ്ട. നല്ലപോലെ ഒന്ന് ഉരുകി തിളച്ച് കഴിയുമ്പോൾ ഇത് വാങ്ങി വെക്കാം. ഇനി ഒരു ഉരുളി വെച്ച് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടാകുമ്പോൾ 1/4 കപ്പ് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരുപാട് മൂക്കണ്ട, ജസ്റ്റ് അതിൻ്റെ നിറം ഒന്ന് മാറി വരുമ്പം 1/4 കപ്പ് അണ്ടിപ്പരിപ്പും കൂടി ഇടാം. അണ്ടിപ്പരിപ്പ് ഒരുപാട് മൂത്ത് പോകാതെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ 1/4 കപ്പ് വറുത്ത കപ്പലണ്ടി ഇടാം. വറുത്തതായതുകൊണ്ട് തന്നെ ഒരുപാട് മൂപ്പിക്കണ്ട. ഒന്ന് ചൂടായി വരുമ്പോൾ 1/4 കപ്പ് പൊട്ടുകടല കൂടി ഇടാം. പൊട്ടുകടലയുടെ കളറൊന്നും മാറാതെ അതൊന്ന് മൂത്ത് ക്രിസ്പിയായി വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് എള്ളും കൂടി ചേർക്കാം. എള്ളൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി അതേ ഉരുളിയിലേക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഇടാം. ഞാനിവിടെ 2 വലിയ തേങ്ങയാണ് ഇതിനു വേണ്ടി തിരുമ്മി എടുത്തിരിക്കുന്നത്. തേങ്ങ ഒരുപാട് മൂപ്പിക്കണ്ട. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം ശർക്കര ചെറുതായിട്ടൊന്ന് കുറുകി തേങ്ങായുമായിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പാവാക്കിയാൽ പിന്നീട് നമ്മുടെ അവൽ കട്ടിയായി പോവും. അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് ചൂട് കുറച്ചൊന്ന് മാറുന്നത് വരെ ഒരു 2-3 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ ആ വലിയ ചൂടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവലിടാം. ചുവന്ന തവിടുള്ള 1/2 കിലോ മട്ട അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറവും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ അവൽ നമുക്ക് ഒരാഴ്ച വരെ കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. ഇനി കൂടുതൽ ദിവസം ഇരിക്കണമെങ്കിൽ പാവ് കുറച്ചുകൂടെ മൂപ്പിച്ചാൽ മതി. അവലൊന്ന് നനഞ്ഞ് സോഫ്റ്റ് ആകുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് തപ്പിപ്പൊത്തി വെക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ അവൽ വിളയിച്ചത് തയ്യാറായിട്ടുണ്ട്. ഒരു ദിവസമെങ്കിലും കഴിഞ്ഞെടുക്കുമ്പോഴാണ് അവലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.